മിമിക്സ് പരേഡിന്റെ മറ്റൊരു പുത്തൻ ബ്രാൻഡ് എപ്പിസോഡിലേക്ക് എല്ലാ മീഡിയ വൺ ഗൾഫ് പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ടൈം വെൽക്കം our dear contestants. വെൽക്കം. ആൻഡ് അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു our dear judges. ഫസ്റ്റ് ടൈം വെൽക്കം നമ്മുടെ സ്വന്തം ജയരാജ് ചേട്ടൻ. ആൻഡ് I welcome our dearest നവാസ്ക. അടുത്ത ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് അബീക. എപ്പിസോഡ് ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു പാട്ടിലൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് വേണ്ടിട്ട്, ഞങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പാട്ടിലോട്ട് കിടക്കാം പ്ലീസ്. ഒരു ഗംഭീര പാട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് അല്ലേ? നമ്മൾ ദാസേട്ടനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അതെ അല്ലേ? അത് കഴിഞ്ഞ് ഇനി പറയാനുള്ള ആരെ കുറിച്ചാണ്? നമുക്ക് ജയേട്ടനെ കുറിച്ച് പറയാം. ജയേട്ടനും വിദ്യാധരൻ മാഷും കൂടി പാടിയ ഒരു പാട്ടാവാം. ഓക്കെ. നമ്മുടെ പിന്നെ കഥാവിശേഷനിലെ അത് ജയേട്ടനും വിദ്യാധരൻ മാഷും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. മാത്രമല്ല അത് ആ പാട്ട് എഴുതിയ ആൾ നമ്മുടെ മറ്റൊരു പ്രിയപ്പെട്ട ചങ്ങാതി മരിച്ചുപോയ കോഴിക്കോട്ടുകാരൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ട്. എം ജയേന്ദ്രൻ സംഗീതം നൽകിയ പാട്ട് നമുക്ക് തുടങ്ങാം. ഗിരീഷ് പുത്തഞ്ചേരിക്ക് ശ്രദ്ധാഞ്ജലിയും ജയേട്ടൻ്റെ പ്രായം മറന്നു പാടുന്ന ശബ്ദത്തിന് ഇനിയും ഒരു 51 വർഷം കൂടെ പ്രാർത്ഥനകളോടെ ഓക്കെ ഈ ഗാനം. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എൻ്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പം എന്തായാലും ഇതേപോലെ ഇനിയും നമുക്ക് സ്പെഷ്യൽ, നമുക്ക് എല്ലാവരുടെയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സോങ് ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാടിത്തരുമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം എന്തായാലും ആദ്യത്തെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഏബിൾ വെയിറ്റ് ചെയ്യാണ് യുവർ ചോയ്സ് റൗണ്ടിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ പെർമിഷനെ സ്വാഗതം ചെയ്യാണ്. ഐ വെൽക്കം ഏബിൾ ഓൺ ദി ഫ്ലോർ ഓഫ് തീമ മിമിക്സ് പരേഡ്. പൂരങ്ങളുടെ പൂരമായ വടക്കുംനാഥന്റെ പൂരത്തിന് കൊടിയേറി കഴിഞ്ഞു. ഇതാ കേരളത്തിന്റെ പൂരത്തിനും ഏതാണ്ട് കൊടിയേറി കഴിഞ്ഞു. വേറൊന്നുമല്ല, ഇലക്ഷൻ പൂരം. ഇലക്ഷൻ ആക്റ്റീവ് ആയതോടുകൂടി സീറ്റ് ചർച്ചയും വളരെ എന്താ പറയുക കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സീറ്റ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു തമ്മിത്തല്ല് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 18ാമത്തെ അടവുമായിട്ട് എത്തുകയാണ്. വേറൊന്നുമല്ല, ഒരു ചെറിയ ടങ് ട്വിസ്റ്റർ ഗെയിം. അതെ, ഒരു ടങ് ട്വിസ്റ്റർ ഗെയിം. ടങ് ട്വിസ്റ്റർ ഭയങ്കര സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുള്ളാണ്. ഈ ടങ് ട്വിസ്റ്റർ മര്യാദയ്ക്ക് പറഞ്ഞാലാണ് നിങ്ങൾക്കൊക്കെ സീറ്റ് കിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് തന്നെ ആദ്യം വരട്ടെ അല്ലേ? അതല്ല എൻ്റെ ഒരു ശരി. അപ്പൊ പിന്നെ ഉമ്മൻചാണ്ടി സാറ് എന്നാ പോരെ? വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവം, സിമ്പിളാണ്. ഞാൻ ഏത് ടങ് ട്വിസ്റ്ററും അതിമനോഹരമായിട്ട് പറയും. അത് ഓക്കെ സാറേ, അത് വളരെ സിമ്പിളാണ്. സാറിന് ഞാനിപ്പോൾ ഒരു ടങ് ട്വിസ്റ്റർ തരാം, അത് സാറങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ. അരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളായി പോയല്ലോ. അതിര് മുതിരെ, മുതിരരുത് മുതിരെ, കുതിരരുത് മുതിരെ, മുതിരെ കുതിര. ശരിയല്ലേ? അത് സാറ് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി കേട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല, സാറ് ഒന്നോടെ മനസ്സിരുത്തി പറഞ്ഞാൽ മതി. അതാണ് ഒന്നോടെ പറഞ്ഞാൽ ശരിയാവും. അതാണ് ഒന്നോടെ പറഞ്ഞാൽ ശരിയാവും. അതിര് മുതിരെ, മുതിരരുത് കുതിരെ, മുതിരെ മുതിരെ കുതിരെ മുതിരെ. ശരിയല്ലേ? എന്നതാണോ ഉമ്മച്ചായി കിടന്ന് കേൾപ്പിക്കുന്നത്? ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇയാളെ ഞങ്ങളുടെ പാർട്ടിക്കാരെ നാറ്റിക്കുമല്ലോ. ഈ ടങ് ട്വിസ്റ്റർ അല്ലേ മോനെ? ടങ് ട്വിസ്റ്റർ അല്ലേ?
ഇതൊക്കെ ഞങ്ങളുടെ പാലാക്കാര്. അക്ഷരസ്ഫുടതയ്ക്ക് പാലാക്കാര് കഴിഞ്ഞ് വേറെ ആൾക്കാരുള്ളൂ. ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. എന്നാ ഒന്നാടെ പറഞ്ഞ ഒറ്റായി. അത് സാറേ, അതായത് അരുത് കുതിര, മുതിരരുത് കുതിര, അതിരല്ലേ മുതിര തിന്നാൻ മുതിരരുത് കുതിര, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ഇപ്പൊ തന്നെ ശരിയാക്കാം. എന്നായിരുന്നു ഒന്നോടെ പറഞ്ഞു തീർക്കാം. എന്നായിരുന്നു അത്? ഒന്നോടെ പറയാം സാറേ, ഇനി പറയില്ല കേട്ടാ. അരുത് കുതിര, മുതിരരുത് കുതിര, അതിരല്ലേ മുതിര തിന്നാൻ. മതി ഞാൻ പറഞ്ഞോളാം. അരുത് കുതിര, ശരിയല്ലേ? അരുത് കുതിര, കുതിരരുത് മുതിര, കുതിരരുത് മുതിര, മുതിര കുതിര, ശരിയല്ലേ? ഇതൊക്കെ ഞാനത് എത്ര കണ്ടതാ. അല്ല സാറേ, ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. അല്ല ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. പറ്റുമെങ്കിൽ എനിക്കൊരു സീറ്റും കഥാട്ടെ. ഇതൊന്നും തനിക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടി അല്ലടോ. തനിക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഇങ്ങോട്ട് മാറി നിൽക്കടോ. അരുതു കുതിരേ, കുതിരരുതു കുതിരേ, അതിരിലെ. അടുത്ത ക്രിസ്മസിന് പറഞ്ഞു തീർക്കാനല്ല, ഇപ്പൊ പറഞ്ഞു തീർക്കാനാ തന്നോട് പറഞ്ഞു. ചുമ്മാ ഇയാളത് എന്തുവാണ് വലിച്ചഴിച്ച ഒരുമാതിരി ചപ്പാത്തി പരുവത്തിന്. ഇതൊന്നും ഇവിടെ നടപടിയാവില്ല. എടോ വിനയ് ഫോട്ടോ ഊടായ്പ പരിപാടി കാണിക്കാനാണ് എന്നെ ഒന്നും ഇനി വിളിച്ചു വരുത്തരുത്. അല്ല, നിങ്ങളിങ്ങനെ ചൂടാവില്ലേ? ആ സാറ് പറയട്ടെ. സാറ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അല്ലേ, അതല്ലേ എൻ്റെ ഒരു ശരി. സാറ് പറഞ്ഞോളൂ. അതെ, ഞാനൊന്നുകൂടെ പറയാം. അരുതു കുതിരേ. നടപടിയാവില്ല. ഇതൊന്നും ശരിയാവില്ല. ഇത് ശരിയാവുന്ന പരിപാടിയല്ല. വേറെ ആരെങ്കിലും ഉണ്ടോ അത് പറയാൻ പാകത്തിനുള്ള? വേറെ ഒരു നമ്മുടെ യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് വന്നിട്ടുണ്ട്. പറയൂ മാഡം, പറയൂ എന്നാ. മാഡത്തിന് പറ്റുന്ന ഒരു ടങ് ട്വിസ്റ്ററാണിത്. അപ്പോൾ മാഡം എന്നാ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് തണ്ടുരുളും തടിയുരുളും തടിപ്പുറത്തരച്ചൊരു കുരുമുളകുരുളും. വളരെ സിമ്പിളാണ്. എനിക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയാം. ഞാനിത് കുറെ വർഷങ്ങളായിട്ട് നിയമസഭയിലും അല്ലാത്ത സ്ഥലത്തോടൊക്കെ പറയുന്ന ഇതെന്നാ പരിപാടി? എന്നാ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തതോ? എന്നാ പരിപാടിയാണ്? ഇതുപോലത്തെ ഗൂഢായ്പ കേസായിട്ട് ഇങ്ങോട്ട് വരണ്ട, സീറ്റ് തരില്ല എന്നതാണ് അത് കാണിച്ചത്. ഇതിൽ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങളും മിണ്ടണ്ടാട്ടാ. ഞാനിവിടെ ആങ്കർ ചെയ്യാൻ നിൽക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞോളാം കേട്ടാ. വേറൊന്നുമില്ല, സാറിനോട് സ്നേഹം ഉണ്ടായിട്ടാണ് കേട്ടാ. അപ്പോൾ മാഡം എന്നാ ഒന്നോടെ പറഞ്ഞോളൂ. തണ്ടുരുളും തടിയുരുളും തടിപ്പുറത്തരച്ചൊരു കുരുമുളകുരുളും. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. പറ്റുമെങ്കിൽ എനിക്കൊരു സീറ്റിങ് താ. എന്നാ ഒന്നോടെ പറയാം. ഇതൊന്നും ശരിയാവുന്ന പരിപാടിയല്ല. ഇതിലും നന്നായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതിലും നന്നായിട്ട് ഞാൻ പറഞ്ഞു. അതൊന്നും ഇയാള് പറയണ്ട. താനല്ല തന്നെ കുറിച്ച് പറഞ്ഞു. നാട്ടുകാർ തന്നെ കുറിച്ച് കുറെ കഥ പറഞ്ഞു, അത് പറ. അല്ലാതെ താൻ പറഞ്ഞു എന്നൊന്നും താൻ ഒരുപാട് പറയണ്ട. താനല്ല, ഞാൻ അതിന് നന്നായിട്ട് പറഞ്ഞു. എനിക്ക് ഒറ്റ തവണ പോലും തെറ്റിപ്പോയില്ല. ഇത് ശരിക്കും തെറ്റാണ്. ഈ കാര്യം ഒരിക്കലും ചെയ്യാൻ കൊള്ളില്ല. എടോ വിനയ് ഫോർട്ടേ, ഈ കക്ഷികൾക്കൊക്കെ സീറ്റ് കൊടുത്താൽ എനിക്കും തരേണ്ട വരും. തൻ്റെ ഊടായ്പ് പരിപാടി ഇവിടെ നടക്കത്തില്ല. ഉമ്മച്ചൻ അറിയാം, എൻ്റെ കയ്യിൽ നിന്ന് കുറെ ഏറ് കൊണ്ടിട്ടുണ്ട് അങ്ങേര്. ഇത് നടപടിയാവില്ല. അയ്യോ, നിങ്ങളിങ്ങനെ ചൂടാവല്ലേ? എന്തിനാണ് എന്നെ കൈയേറ്റം ചെയ്യുന്നത്? എന്തിനാണ്? ഞാൻ പോവല്ലേ? കല്ലൊന്നും ചെറിയരുത്, അതൊക്കെ മോശമാണ്. അയ്യോ ഇത് മൊട്ട. അയ്യോ, ഇതൊന്നും ശരിയായുള്ള പരിപാടിയില്ല കേട്ടാ. അയ്യോ, കല്ലെറിയരുത്. ഇത്രയ്ക്ക് ചീപ്പാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ. മകാന്മാരെ അടുത്തറിയുമ്പോൾ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണ്ടോടെന്ന് പറഞ്ഞ സത്യമാണ്. ഞാൻ പോണേണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയ്ക്ക് ചീപ്പാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ. മോശമാണ്, ഭയങ്കര മോശം. ഇല്ല ഏട്ടാ, കാശേരാന്ന് പറഞ്ഞാൽ ഞാൻ വൃത്തിയായിട്ട് ഞാൻ ചെയ്യില്ല ഏട്ടാ. ഇല്ല. നന്ദി, നമസ്കാരം. യെസ്, നമ്മുടെ ഷൂട്ടിനിടയിലും ഇപ്പോൾ എക്സാമും പഠിത്തവും ഇതും ഒക്കെ ഈക്വലി നോക്കുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല മനോഹരമായിരുന്നു. ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ എന്നത് പറഞ്ഞു ഭയങ്കര ടഫായിരുന്നു ചേച്ചി, കോപ്പിടിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അടുത്ത് തന്നെ ടീച്ചർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പോട്ടെ, എല്ലാം മാച്ച് കളഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ജഡ്ജസിന് ചോദിച്ചറിയാം. നവാസ് കാ, അതിമനോഹരമായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. എനിക്കൊന്ന് എബിളെപ്പോഴും കുറച്ചും കൂടി ഫ്രഷായിട്ട് ചിന്തിക്കുകയും
അല്ലേ? അപ്ഡേറ്റ് ആയിട്ട് ചില സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല കോൺസെപ്റ്റാണ് ഏബിൾ കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സംഭവം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ത്രെഡാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാ. ജയരാജേട്ടാ? നവാസ് പറഞ്ഞു തന്നെയാണ് എൻ്റെ സത്യം. കാരണം ഏബിളിൻ്റെ ശബ്ദശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ആ ഒരു തണ്ടുരുളും തടിയുരുളും തടിയിന്മേലൊരു കുരുമുളകുരുളും അത് കുറച്ച് സമയമെടുക്കും. എന്നിരുന്നാലും ആ ഒരു പൂരം കൊടിയേറി സീറ്റ് ചർച്ചയൊക്കെ നന്നായി. വളരെ ആനുകാലികമായൊരു വിഷയമായിരുന്നു. ഗൗരിയമ്മയ്ക്കും മാണി സാറിനും മുഖ്യമന്ത്രിക്കും വിനയ് ഫോർട്ടിനുമാണ് മാർക്ക്. ഓൾ ദി ബെസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ജയരാജേട്ടാ. അബിക? ഇവിടെ അവതരണം നന്നായിരുന്നു. ഒരു പുതിയത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിന് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ. ഓക്കെ ഏബിൾ, ഇറ്റ് വാസ് ഗുഡ് കമന്റ്സ്. അപ്പം എന്തായാലും നമുക്ക് മാർക്സിലേക്ക് പോവാം. അബിക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അബി അങ്കിൾ, ഔട്ട് ഓഫ് 25? ഞാനൊരു എത്ര വയസ്സായി? എനിക്കിപ്പോൾ 22. 22 വയസ്സല്ലേ? വയസ്സിനനുസരിച്ചൊരു മാർഗം കൊടുത്തേക്കാം അല്ലേ? അതല്ലേ എൻ്റെ ഒരു ഭംഗി. 22 തരാം. 22 ഔട്ട് ഓഫ് 25. നവാസ് ഔട്ട് ഓഫ് 25? 21. 21 ഔട്ട് ഓഫ് 25. ജയരാജ് ഔട്ട് ഓഫ് 25? ഇലക്ഷനല്ലേ വരുന്നു, വോട്ട് ചെയ്തിട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല ഇപ്പോഴാണോ? ആ അല്ല, ഇപ്പൊ എങ്ങനെ വോട്ട് ചെയ്യാനാണ് ഈ ഇപ്പൊ 28 വയസ്സായെങ്കിൽ? അല്ല ഞാൻ ചോദിച്ചത് ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷനാ? അപ്പൊ അന്ന് എത്രയായിരുന്നു വയസ്സ്? അന്ന് 20 വയസ്സ്. പഞ്ചായത്ത് അല്ല 21 വയസ്സ്. 23 വയസ്സെന്നൊക്കെ പറഞ്ഞോ? പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ? പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തു അല്ലേ? 21 തന്നെ ഞാനും തരാം. 21 out of 25. So in total 64 out of 75. Super. Super. അല്ല ഇനിയും നമ്മളെ ജഡ്ജസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏബിൾ സൈഡിൽ നിന്ന്. സോ മാക്സിമം അവരെ ഹാപ്പി ആക്കാം, നമ്മുടെ വ്യൂവേഴ്സിനെയും ഹാപ്പി ആക്കാം. തീർച്ചയായിട്ടും. ഓക്കെ? ദീപ മിമിക്സ് പരേഡിൽ ഏബിളുടെ ഈ പെർഫോമൻസിന് ശേഷം അടുത്തായി പെർഫോം ചെയ്യാൻ വരുന്നു രണ്ട് വിത്ത് duet round. I welcome him onto the floor of Thema Mimics. ഹലോ 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 ഭയങ്കര എക്കോണല്ലോ. അല്ല ഇനി ഇവിടുത്തെ ഉണ്ടായില്ലോ, ഇന്നലെ എത്ര വിളിച്ചോണ്ടിരിക്കുന്നത്? അത് ശരി, അതല്ലേ കിട്ടാത്ത? അതാ കിട്ടാത്തെ. ആ ഇങ്ങള് നല്ല ആളാ. 8 മണിക്ക് വരാൻ നന്നിട്ട് എല്ലാം കൂടി സമയം 10 മണിയായില്ലേ? നിങ്ങൾ എവിടെ പോയി കുത്തിരിക്കാനു? അല്ല നിങ്ങൾ നേരത്തെ എത്തിനോ? ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ. അല്ല നിങ്ങളെവിടെയാ പോയത്? നിങ്ങളെന്താ വഗ്യ? ഒന്നും പറയണ്ട. ഇപ്പൊ നേരത്തെ വന്നിട്ട് എന്താ കാര്യം? 8 മണി മുതൽ വോട്ട് പിടിക്കാൻ ചെന്നിട്ട് 10 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് പകരം മേലിൽ നിന്ന് വേറെ സ്ഥാനാർത്ഥി ആക്കിയാലോ, എനിക്ക് പകരം വേറെ ആക്കിയാലോ, അതുവരെ വോട്ട് പിടിച്ചത് വീട് കയറിയൊക്കെ നഷ്ടമായി പോകില്ലേ? അത് നന്നായി. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാട്ടോ. എല്ലാവരും പറയുന്നുണ്ട്. ശരി, നിങ്ങൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞളിക്കേണ്ട ആളൊന്നല്ല. നിങ്ങൾ IAS ഒക്കെ എടുത്തിട്ട് വലിയ നിലയിലെത്തേണ്ട ആളാ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ എപ്പം നിർബന്ധിക്കും IAS ആകുക, IAS ആകുക, IAS ആകുന്നു. അതന്നെ പ്രശ്നമുണ്ട്. ഈ പരീക്ഷ വരില്ലേ, പരീക്ഷ വരുമ്പോ ചോദ്യം കാണുമ്പോ എന്നോട് ഉത്തരം മൊത്തം അങ്ങ് മറന്നു. മറവിയാണ് നിങ്ങളെ പ്രശ്നം. ഫുൾ ടൈം മറവിയാണ്. മറവിക്ക് ഗംഭീര ഒരു മരുന്നുണ്ട്. അതേതായാലും ഞാൻ കൊറേ കാലം കുടിച്ചല്ലേ. അതേതാ? ഗംഭീര മരുന്നാണ്. അതിന്റെ പേര് നാവിന്റെ തുമ്പുമലുണ്ട്. സന്തോഷ് രമ്യ. സന്തോഷ് രമ്യ ഒന്നല്ലാന്ന്, ഇത് വേറെ മരുന്നാ. കിട്ടുന്നില്ല ഇങ്ങോട്ട്. നല്ല മരുന്നാണത്, ഗംഭീര മരുന്നാണ്. അതിങ്ങോട്ട് പേര് കിട്ടുന്നില്ല. അടക്കട്ടെ, നിങ്ങളെന്താ വൈകിയേ? ഞാനില്ലേ രാവിലെ 7:00 ഇമ്പളല്ലേ വായനശാലയില്ലേ, വായനശാലന്റെ അരിക്കൂടി ഇങ്ങോട്ട് വരിക. കുറെ ആളുടെ അവിടെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു 4 വോട്ടിങ് മറക്കാലോ. ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ എന്താ പ്രശ്നം അറിയോ? വായനശാല ഒന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ട് പേപ്പർ കടലാസും ഒക്കെ വലിച്ചിങ്ങോട്ട് കസാരയൊക്കെ മറച്ചിട്ടിട്ട് എല്ലാ ഫോട്ടോയും ചില്ലൊക്കെ അടിച്ച് പൊളിച്ചിട്ട്. അതാന്ന് പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് അടുത്തല്ലേ, വായനശാല പൊളിച്ച് നിങ്ങളാന്ന് ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ജനസംസാരാണ്. അതൊരിക്കലും ഇല്ല, അതൊരിക്കലും ഉണ്ടാവൂല.
ഞാനും വായനശാലയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാ. അതറിയാം ആ നമ്മളൊരു കാര്യം ചെയ്താലോ, എന്താ? വായനശാല അടുത്തും പോയി നോക്കിയാൽ അത് ശരിയാ. 4 വോട്ടും വോട്ടും കിട്ടും. ഒന്ന് പോയി നോക്കാം. ഇത് കണ്ടോ അല്ല, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ നിങ്ങൾ ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കണമല്ലോ. ഇപ്പൊ അങ്ങനെയാണല്ലോ ഓഫർ. നിങ്ങൾ എന്താ കൊടുക്കുക? ഞാൻ നമ്മുടെ നാട്ടിലെ എല്ലാ ദാരിദ്ര്യവും തുടച്ചങ്ങ് നീക്കും. തുടച്ചു നീക്കും. എങ്ങനാ? എളുപ്പല്ലേ? പറഞ്ഞൂടെ, എല്ലാരും BPL കാർഡും ഞാൻ APL കൊടുക്കും. ഇപ്പൊ APL കാർഡ് BPL ആക്കാനാ അത് നിങ്ങൾ നോക്ക്. ഇത് കണ്ടത് ഇതെല്ലാം അങ്ങോട്ട് വലിച്ച് കടലാസും പേപ്പറും എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി തകർത്താടിക്കെല്ലാം കൂടി എന്ത് പറഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കി ആൾക്കാർ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അടി കൂടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പരിപാടി. ഇതെല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് പഴയ സാധനങ്ങൾ ഒരു വൃത്തിൻ്റെ ബോധം വേണ്ട ആൾക്കാർക്ക്. മനസ്സ് പോലെ തന്നെയാ. അല്ല ഇപ്പൊ എനിക്ക് നല്ല പരിചയമുണ്ട്. ഇതോ? ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നാവിന്റെ തുമ്പിലുണ്ട്. ശങ്കരേട്ടൻ. ശങ്കരേട്ടനല്ലേ ഇത്? ശങ്കരേട്ടൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബാലുശ്ശേരി ആന ചവിട്ടിക്കൊന്നേ? ഏതാനാന്നോ? ഇത് ഉത്സവത്തിന് ആന ഇടഞ്ഞേരോ ആന മതിലിനോട് കൂട്ടി ചവിട്ടിയിട്ടില്ല ശങ്കരേട്ടെ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? 5 കൊല്ലം കൂടുമ്പോൾ ഇങ്ങോട്ട് വരിക, പിന്നെ ഇങ്ങോട്ട് കാണുമോ? ഇത് നിങ്ങൾക്ക് എന്തായാലും ഒരു 1.5 ലക്ഷം ഫണ്ട് തിരിച്ചു ഓർമ്മയുണ്ടോ ഇയാളെ കുടുംബത്തിന് സഹായിക്കാൻ? കക്കൂസും കുളിമുറിയുടെ വാർപ്പിന് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ? പക്ഷേ ഇതല്ല, മൂപ്പര് ഷർട്ട് ഇടുന്ന ആളാ. നല്ല ഷർട്ട് ഇടുന്ന ആളാണ്. ലുക്ക് ഇങ്ങനെയല്ല, മൂപ്പര് ഇങ്ങനെയല്ല. ഷർട്ടൊക്കെ ഇട്ട് ഇതില്ലല്ലേ ഇങ്ങനെ. പിന്നെ ഇപ്പൊ ആരാന്ന് പോവും? വൈബ്രേഷൻ. ബാബു പടിഞ്ഞാറ് ബാബു. ബാബു എപ്പോ നമ്മളെ ഭാസ്കരൻ്റെയോ മൂർഖന അടിച്ചേ? നന്നായിക്ക്. നിങ്ങളെല്ലാം കൂടിയല്ലേ മറ്റോനെ കഴിഞ്ഞ പ്രാവശ്യം ജയിപ്പിച്ചേ. അന്നേരം ആരും ആലോചിക്കണേനു. ഇനിയിപ്പം മറ്റെന്താ കാര്യം? ഓന് വോട്ട് ചെയ്തില്ലേ? ഇനിയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ. ബാബു പടിഞ്ഞാറ് ബാബു. നമ്മളെ ഭാസ്കരനാ മൂർഖം കടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മളെ ചാണ്ടി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ചാണ്ടി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നല്ല പാമ്പ് അടിച്ചിട്ടാവുന്ന ശരിയാ. വെറുതെ ഓരോ പരിപാടികള്. ഇത് നല്ല വിട്ട് ഒരു ബോട്ടിന്റെ പ്രശ്നം. ഇതെനിക്കറിയുന്ന ആളാ. ഏത്? ഇയാളെന്ന് കഴിഞ്ഞല്ലോ നമ്മളെ മറ്റേ പാർട്ടിക്കാരില്ലേ ഓപ്പൺ വോട്ട് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് മൂപ്പർ ഓപ്പൺ വോട്ട് കഴിഞ്ഞ് വൈകിട്ട് ആൾക്കാരെ വിട്ടുകള്. ഇതോ? ഇതൊന്നല്ല. ഇത് എനിക്ക് നല്ല പരിചയമുണ്ട്. കല്യാണം പറയില്ല എന്റെ മുമ്പിലാണ് ഇയാൾ. ആളെ കിട്ടി. ഇത് രാമേശ്വട്ടാ. മിലിറ്ററി രാമേശ്വട്ടന്ന്. മിലിറ്ററി രാമേശ്വട്ടയാ. സിംബള സ്റ്റേഷൻ എടുത്തുള്ളേ. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അല്ലാന്ന്. റേഡിയോ സ്റ്റേഷൻ അല്ലാന്ന്. മറ്റേ സിവിൽ സ്റ്റേഷൻ. ഇതെന്തെന്നാണ് നിങ്ങൾ സ്ഥിരം പോകുന്ന ഒരു സ്റ്റേഷനില്ലേ? പോലീസ് സ്റ്റേഷൻ. അതിന്റെ ബാക്കിലുള്ള വീടില്ലേ? ഇടവഴി കൂടി പോയിട്ട് ബാക്ക് കോണി കയറുന്ന ഒരു വീടില്ലേ? ചോന്ന ചെമ്പരത്തി പോക്കെ വലുതായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന ഒരു വീടില്ല നിങ്ങൾക്ക്? അറിഞ്ഞൂടാ, ഞാൻ അവിടെ പോയില്ല. ഞാൻ പറഞ്ഞ 5 കൊല്ലം കൂടുമ്പോ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. വിലാസിനേച്ചിനെ അറിഞ്ഞൂടെ? വിലാസിനേച്ചിന്റെ അനിയത്തി സരള. അതാത് വളച്ച് വളഞ്ഞ് മൂക്കെല്ലാം പിടിച്ച് പോണോ? ഏറ്റവും സരളേനെ അറിയാത്ത ആൾക്കാരുണ്ടോ? സരളേന്റെ ഭർത്താവ് ആവേശമല്ല ഇത്. സരളേന്റെ ഭർത്താവ് ആളെ മനസ്സിലായത്? സരള അല്ല, സരളേന്റെ ഭർത്താവല്ല. സരളേന്റെ ഭർത്താവ് എനിക്കറിയാം. രാമേശ്വരൻ 40-45 അതിന്റെ അപ്പുറം പോവില്ല കേട്ടോ. ഇതിലും കൂടുതൽ ഇതിലും കൂടുതലുണ്ട്. ഒരാളെ അറിഞ്ഞില്ലേ? വലിയ പ്രശ്നമാണ്. ഇലക്ഷൻ നമ്മളെ മാലേട്ടൻ വിളിച്ചോട്ടെ. അപ്പുറത്തെ വാർഡിലെ മൂപ്പർക്ക് അറിയാത്ത ആളുണ്ടോ? വിളിച്ചു. ഡീസന്റ് ആയല്ലേ? അടുത്ത ലിസ്റ്റിൽ ഉണ്ടെങ്കിലേ നോക്ക്. ഇവിടുത്തെ ലിസ്റ്റിൽ അത് വരാൻ സാധ്യതയില്ല. ഹലോ വലേട്ടാ. അതെ 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 ആ സ്ഥാനാർത്ഥിയാണ്. പ്രചരണങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പോകുന്നു. സന്തോഷം.
പിന്നെ ബാലേട്ടാ, ഞാൻ വിളിച്ചത് എനിക്ക് നമ്മളെ വായനശാലയില്ലേ, നമ്മുടെ വയലിൻ്റെ അടുത്തുള്ള അവിടെ നിന്നൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഇല്ല, ഇവാർഡുള്ള ആളല്ലേ അല്ല. വോട്ടർ ലിസ്റ്റ് ഞാൻ നോക്കും, വോട്ടർ ലിസ്റ്റ് ഇന്നലെ നോക്കിയതാ, പക്ഷെ ഇവാർഡുള്ള ആളല്ല. ബാലേട്ടൻ ഇങ്ങോട്ട് പോരി, നിങ്ങളെ വാർഡിലെ വോട്ടേഴ്സ് ലിസ്റ്റ്. ഓക്കെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. മൂപ്പര ഇപ്രാവശ്യത്തെ ഓപ്പൺ വോട്ട് നമുക്ക് മറിക്കണം, അതാണ്. ഓക്കെ. ബാലേട്ടൻ വരും. അല്ലാന്ന് നിങ്ങൾക്ക് കമ്മിറ്റി ഇല്ലേ? മറന്നുപോയി. രമേശൻ വിളിക്കാൻ പറഞ്ഞതാ. ഇതെന്തെങ്കിലും ആട്ടെ, നോക്ക്. രമേശ, അത് ചെയ്യരുത്. അത് ഭയങ്കര മോശമുള്ള പരിപാടി കേട്ടോ. അത് എതിർ പാർട്ടിക്കാരെ പോസ്റ്റർ ഫ്ലക്സ് ഒക്കെ കിട്ടുന്നത് വളരെ മോശം. നമ്മളെ പാർട്ടിക്ക് യോജിച്ച കാര്യങ്ങളല്ല. അത് ചെയ്യരുത് കേട്ടോ. വളരെ കർശനമായിട്ട് പറയാം, ചെയ്യരുത്. പക്ഷെ ഇനി പറഞ്ഞൊരു കാര്യം, ഇന്ന് രാത്രി പോയിട്ട് നമ്മളെ 4 ഫ്ലക്സ് കീറിക്കളാം. പിന്നെ എന്നിട്ട് എൻ്റെ പോസ്റ്റർ എവിടെ കാണുന്നത് ആടെയൊക്കെ കരിയോലങ്ങ് ചോദിച്ചാളാം. കറിനോടെ കാര്യം മൊത്തം ഒന്നും വെച്ചേക്കണം, ഒന്നായിട്ട് കീറി നശിപ്പിച്ചാളാം. ഞാൻ ഓഫീസിലേക്ക് പോവാം. ഓക്കെ. കമ്മിറ്റി അല്ലേ, നമ്മൾ കമ്മിറ്റിക്ക് പോവല്ലേ? എന്നാലും എന്താട്ടെ, ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടോ കേട്ടോ, നമ്മളെ പാർട്ടി ഗ്രൂപ്പിൽ വിട്ടോക്ക്. ചിലപ്പോൾ ആരെങ്കിലും കമന്റ് ചെയ്യും, നോക്കാലോ. പിന്നെ നമുക്ക് കാണാമല്ലോ, ഓട്ടിയാൻ വരുമല്ലോ. ഇത് എങ്ങനെ ഇവിടെ നോട്ടല്ലേ, പഴയ സാധനങ്ങളൊന്നും കൂടി ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ നടക്കി പരിചയമുള്ള ആളാണല്ലോ, നല്ല പരിചയമുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, രൺദീപിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിനു കുറുവങ്ങാട് വന്നിട്ടുണ്ടായിരുന്നു. വി ആർ സോ ഹാപ്പി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെയും ഡുവറ്റ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. അറിയത്തില്ലല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കമൻസിലേക്ക് പോവാം. നമസ്കാർ രൺദീപേ. സർ, ഗംഭീര സംഭവമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അതിമനോഹരം. ഞാൻ രൺദീപിനെ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുകയായിരുന്നു. രൺദീപ് പൊതുവെ നെർവസാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഓരോ ആളുകൾക്കും ചില ബിഹേവ് ചെയ്യുന്നതിലൊക്കെ ചില മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ രൺദീപ് ഭയങ്കര ടെൻഷനാണ് എപ്പോഴും, ഏത് സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ. പക്ഷേ രൺദീപ് ഒരു ക്യാരക്ടർ ആകുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ച് കളയുന്ന രീതിയിലാണ് അതിലേക്കുള്ളൂ അതിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് അത് ഒരിക്കലും രൺദീപിൻ്റെ ലൈഫുമായിട്ട് ഒരു കണക്ഷൻ വരാതെ അതാണ് കലാകാരൻ എന്ന് പറയുന്നത്, ആക്ടർ. പിന്നെ ഒട്ടും ലാഗ് ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 2 പേരാണ് ഇവിടെ പെർഫോം ചെയ്യുന്നുള്ള സംഭവം നമ്മൾ മറന്നിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ വന്നു. എനിക്ക് അത് എൻ്റെ ഫീലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നവാസ്കാർ. ജയരാജേട്ടാ, രൺദീപിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രം കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യാനുള്ള ഒരു സിദ്ധിയുണ്ട്. രൺദീപ് അറിഞ്ഞിട്ടോ അറിയാതെയോ വരുന്നതാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. അതിനെ ഒന്ന് കൂടുതൽ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. ഇത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ആരുടെ കോൺസെപ്റ്റ് മാസ്റ്റർ? ഞങ്ങളിതൊരു ഗാന്ധി ജയന്തി ദിവസം കളിച്ചതൊരു സ്കൂള്. അന്നൊരു പൂമാലയൊക്കെ ചാർത്തിയിരുന്നു, ഗാന്ധിനെ ഒന്ന് ആദരിച്ച്. ലാസ്റ്റ് തന്നെ കുറച്ചൊരു കുട്ടി വന്നിട്ട് ആദരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അല്ല, വിനുമാഷിന്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലായി. മാത്രമല്ല വിനുമാഷിന്റെ ശബ്ദം അതിഗംഭീര ശബ്ദമാണ്. നാടക നടനല്ലേ? അതെ, അതിൻ്റെയാണത്. വലിയൊരു അർത്ഥമുണ്ട് അതിനകത്ത്. ഗാന്ധിജിയെ അറിയാത്തവർ എന്നൊരു വലിയ മീനിങ്ങിലേക്കാണ് വരുന്നത്. വളരെ നന്നായിരുന്നു. രൺദീപിന് എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം സപ്പോർട്ട് ചെയ്ത വിനു മാഷക്ക്, പ്രിയപ്പെട്ട സുഹൃത്തിന് എല്ലാവിധ ഭാവിയിലും മികച്ചൊരു ആക്ടർ ആവട്ടെ എന്ന് പ്രാർത്ഥന അങ്ങേക്ക് പ്രത്യേകിച്ച്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങളുടെ കൺസെപ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ പെർഫോമൻസ്. കാരണം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് ഈ ഒരു സ്കിറ്റ് കൊണ്ടുവന്നത് തികച്ചും അഭിനന്ദനാർഹമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. രൺദീപിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹം വളരെ നന്നായി ആ ക്യാരക്ടറായിട്ട് ചെയ്തതും. പിന്നെ ഇന്ന് വേറൊരു സ്കിറ്റായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്തത്. ഇതിനകത്ത് ജയരാജ പറഞ്ഞ പോലെ എന്തൊക്കെയോ
നമുക്ക് ഈ നല്ലൊരു വിമർശനം, അത് വളരെ എന്താ പറയുക, ആരോഗ്യപരമായ ഒരു വിമർശനം, ബുദ്ധിപരമായ ഒരു വിമർശനം, ഒരല്പം പോലും അനാവശ്യ ഡയലോഗുകളോ മറ്റൊന്നും കൂടാതെ നല്ല ഹ്യൂമർ, വൃത്തിയുള്ളൊരു ഹ്യൂമർ, ഇതായിരിക്കണം ഇനി ബാക്കിയുള്ളവരും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അബിക. മാർക്സ് അറിയാം നിങ്ങളുടെ ഡുവറ്റ് പെർഫോമൻസിൽ. മാർക്സ് സ്റ്റാർട്ട്സ് ഫ്രം ജയരാജ് ചേട്ടാ. 23. 23 out of 25. നവാസ് out of 25. 23. 23 and അബിക. ഞാനും ഒരു 23. Superb. So in total 69 out of 75. So far top in duet performance. Superb. എന്തായാലും ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക, ഇനിയും സൂപ്പർ പെർഫോമൻസുകൾ കൊണ്ടുവരിക. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു മാഷ് ആൻഡ് താങ്ക് യു. താങ്ക് യു. പ്ലീസ്. ഈ സൂപ്പർ പെർഫോമൻസോടെ ഇന്നത്തെ തീമ മിമിക്സ് പരേഡ് ഇവിടെ റാപ്പോ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, take care. It's me, Shreya, signing off from Thema Mimics Parade.